ഹേയ് ഗൈസ്, ഞാൻ എല്ലാ ദിവസവും എടുക്കുന്ന പോലത്തെ ഒരു നോർമൽ വ്ലോഗല്ല ഗൈസ്. ചിത്തുവിന്റെ എൻഗേജ്മെന്റ് I wanna live like it's Mardi Gras and go jump with my whole squad and don't need the R&R to regular life. I say I vibe. Hey, living life in the fast lane. May your pain only be champagne. So please come join me. One thing, good vibes only. ജിത്തുവിനെ പറ്റി പറയുകയാണെന്നുവെച്ചെങ്കിൽ റിനീനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ജിത്തുവിന് 2ാം ക്ലാസ് പഠിക്കാം. അവനെനിക്ക് അളിയനേക്കാൾ ഉപരിൻ്റെ ഒരു മോനെ പോലെയാണ്. പെട്ടെന്നാണ് അവൻ്റെ വളർച്ചകളൊക്കെ. എനിക്ക് സത്യത്തിൽ ഇത് ഉൾക്കൊള്ളാൻ തന്നെ പറ്റില്ല. അവന് കല്യാണമായി എന്ന് പറഞ്ഞു. വന്നില്ല അല്ലേ? അവിടെ നിർത്തിങ് വരണ്ടേ? അവനോട് കാറെടുക്കാൻ വെള്ളം യൂട്യൂബിൽ വരും. പിടിക്കൽ കുറവാണ്, ഭയങ്കര കുറവാണ്. ഭയങ്കര ഞാൻ ആക്ച്വലി പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പക്ഷെ കരഞ്ഞോണ്ടാണ് ദേഷ്യം പിടിക്കുക. കരഞ്ഞിട്ട് ഇങ്ങനെ പറയും. കരഞ്ഞാൽ എനിക്ക് ദേഷ്യമുണ്ട്. വളരെ ചെറുപ്പം തൊട്ട് എൻ്റെ അടുത്താണ് കിടക്കാറ്. രാത്രി ഇവനെ നീച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവനെന്ത് വേണം? കാപ്പി വേണം, ബിസ്ക്കറ്റും വേണം. കാപ്പി വേണം, ഇങ്ങനെ പെട്ടെന്ന് ഉണരും. വന്നാൽ അപ്പോൾ കാപ്പി ബിസ്ക്കറ്റും വേണം. ഒരു ദിവസം ഞാനത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അടുക്കളയിൽ വരെ പോയിപ്പിച്ച് അത് തിരിച്ച് കൊടുത്ത് ഞാൻ കൊടുത്തിട്ടുള്ള ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. അത് കിട്ടിയാലേ പിന്നെ അവൻ കിടന്നുറങ്ങുള്ളൂ. അങ്ങനെ വളർത്തിണ്ടാക്കി അവൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ മനസ്സോട്ട് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണം കേട്ടോ, കല്യാണം ഒക്കെ വേണം. അത് അവന് സന്തോഷമുള്ള കാര്യമാണ്. கனவெல்லாம் நிஜமாக ஒரு நாளும் ஆகும், கவலைகள் பஞ்சாக பறந்தே போகும். കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷവും. മോള് ഞങ്ങളൊരു പ്ലാൻ ഇട്ടിരുന്നു. മോള് അവൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ മുന്നോട്ട് പോകാന്നുള്ള ഞങ്ങളുടെ താല്പര്യം. கனவெல்லாம் நிஜமாக ஒரு நாளும் ஆகும், കവലകൾ പഞ്ചാക. ഫസ്റ്റ് വീട്ടിലേക്ക് കാണാൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം പോയി കണ്ട്. അപ്പോൾ ഞങ്ങളാ ഫസ്റ്റ് മീറ്റ് ചെയ്തത് ചേച്ചിൻ്റെ മുന്നേ. അപ്പം തന്നെ ആ ഒരു ഫാമിലി വൈബ് അടിച്ച്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവരവിടേക്ക് അങ്ങോട്ട് പോയി കാടാമ്പുഴക്ക്. മനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പരിചയപ്പെട്ട സ്ഥിതിക്ക് നല്ല ആളാണ്, നല്ല കമ്പനിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ചേച്ചിയായിട്ട് എന്നെ അംഗീകരിക്കാൻ തുടങ്ങി. അതോടുകൂടെ ഫൈറ്റ് എല്ലാം നിർത്തി. ഇവള് സത്യം പറഞ്ഞല്ലേ, ഇവള് ഫൈറ്റ് ഓനോട് കാണിക്കുന്ന അതേ ഫൈറ്റ് എന്നോടും കാണിക്കും മോനെ. അപ്പോൾ ഗൈസ്, ജിത്തുമാമൻ്റെ ആനുകാന്റിക്കും എൻഗേജ്മെന്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി എൻഗേജ്മെന്റ്. അവനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പക്ഷെ പറഞ്ഞവരെ എൻ്റെ ഫോട്ടോ ആണല്ലോ കാണിച്ചത്. ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ നല്ല അഭിപ്രായം. അതായത് മോക്ക് പറ്റിയൊരു എൻഗേജ്മെൻ്റ് ആണ് എന്നുള്ള തോതിലാണ് ഞങ്ങൾ കരുതി. പിന്നീടുള്ള ബാക്കി ഡീറ്റെയിൽസുകൾ നമ്മൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമല്ലോ, അന്വേഷണമൊക്കെ നടത്തി. ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കണം എന്ന് വിചാരിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച്, അപ്പോൾ ഞങ്ങൾക്ക് താല്പര്യപ്പെട്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു.
എൻഗേജ്മെൻറ്റ് മാത്രമായിട്ട് ഇത്രയും എഫേർട്ട് ഇട്ട് UK നിന്ന് വന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മേഘയ്ക്കും പിന്നെന്താ പറയുക എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും എന്താ പറയുക അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഓക്കെ ആയി. പിന്നെ ഈവൻറ്റ് എല്ലാം അടിപൊളിയാക്കി തന്ന ഇവൻ്റ് ഫോട്ടോഗ്രാഫേഴ്സ് സോ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ചെറുപ്പം മുതലേ കുറേ ഇപ്പം നന്നതും കിടന്നതും ഒക്കെ ചേച്ചിനെ അവിടെ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് വായിച്ചിട്ട് രണ്ടാളും ഭയങ്കര വിസിക്കായിരുന്നു. ഞങ്ങൾ മനസ്സിലായിരുന്നു. അടിപൊളിയാണ്. പാവാണ് പാവാണെന്ന് പറഞ്ഞാല് ഞാനിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മറുപടി എന്നോട് എതിർത്തൊന്നും പറയൂല. അത്ര കുഴപ്പമില്ല, നല്ല ആളാ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്തു. പിന്നെ ആളും ഓക്കെയാണ്. എല്ലാവരും ഞങ്ങളെ കൊടുത്ത് പറ്റിയ അതാണ് വേണ്ടത്. അതുപോലെ രഞ്ജേട്ടാന്ന് പറഞ്ഞിരിക്കുന്ന എപ്പോഴും ഇങ്ങനെ പുറകെ വന്ന് പിന്നെ എൻ്റെ ജോലിയാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്താ പറയുക, എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും. ഏതൊരു വർക്കിന് പോവുകയാണെങ്കിലും എൻ്റെ വണ്ടിയിൽ ഓനും ഉണ്ടാവും. ഞങ്ങളുടെ ജിത്തുവിനും അനുവിനും എല്ലാവിധ എൻഗേജ്മെന്റ് ആശംസകളും നേരുന്നു. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പഴൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗിഫ്റ്റ് അയക്കണം. എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പണ്ടേ പറയായിരുന്നു സ്വന്തം എൻഗേജ്മെന്റ് ആകുമ്പോൾ എനിക്ക് ഇത്ര പ്രായമാവുമെന്നൊക്കെ പറഞ്ഞായിട്ട്. അപ്പോ ഡയറക്ഷൻ ബൈ രഞ്ജി പയ്യോട്.